عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ബഹുമാന്യരായ നേതാക്കന്മാർ, കാരണവന്മാർ, യുവാക്കള്, പ്രത്യേകിച്ച് വിശിഷ്യ ഏറ്റവും കൂടുതലുള്ള സഹോദരിമാർ, ഉമ്മമാർ, ഏറ്റവും നല്ല ആദർശ കുടുംബത്തിന്റെ അഹങ്കാരായി നമ്മെ അല്ലാഹു തആല മാറ്റുമാറാകട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളും നിലപാടുകളും അതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ആമുഖ ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലൊക്കെ അത് പറയാൻ നേരിട്ട് കണ്ട് അറിഞ്ഞ് അർഹരായ ആളുകൾ തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളിന്ന് ഈ ന്യൂജൻ എന്ന് പറയുന്ന ഒരു തലമുറയിലാണ്. ഈ ഒരു കാലഘട്ടത്തില് ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ, കുടുംബം, അതേപോലെ തന്നെ അയൽപക്കം, അതേപോലുള്ള സൗഹൃദം, ഇതിനൊക്കെ വല്ലാണ്ട് ഭംഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ സാഹചര്യത്തിലാണ് ഏതൊരു സമയത്തും എവിടെയാണോ നിർജീവമായ സാഹചര്യം ദീനീ ആദർശങ്ങൾക്ക് വരുന്നത്, അവിടെ അതിന് വേണ്ടുന്ന ദീനിന്റെ നിയമങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു തൗഹീദി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തൗഹീദി നായകന്മാരുടെ ഉത്തരവാദിത്തം. അതാണ് കേരള നദ്വത്തുൽ മുജാഹിദീന് ഈ സമയത്തും സ്വീകരിക്കുന്നത്. പവിത്രമാണ് കേട്ടോ ബന്ധങ്ങള്, പരിശുദ്ധമാണ് കേട്ടോ ബന്ധങ്ങള്. ആ കുടുംബങ്ങളെ അല്ലാഹു തആല കൂട്ടിയിണക്കിയതിനെ, അല്ലാഹു തആല ഗൗരവം കൊടുത്തതിനെ, അല്ലാഹുവിന്റെ ദീന് ഗൗരവം കൊടുത്തതിനെ നിങ്ങളായിട്ട് തല്ലി ഉടക്കല്ലേ. മീസാഖൻ ഖലീവ, ഗാഢമായ ബന്ധമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആന് ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. നിറഞ്ഞ സദസ്സ്, വലിയ സന്തോഷം. ഞാൻ പല സമയത്തും എടക്കുളത്ത് ഈ തിരുനാവായ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്ര നിറഞ്ഞ ഹാള് കണ്ടിട്ടില്ല. അത് വലിയ ഒരു അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചോ അവർക്കൊക്കെ അതിന്റെ നേട്ടം വളരെ വലുതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബമൊക്കെ പവിത്രമാകണം, ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ പരിശുദ്ധമാവണം എന്ന് കൊതിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ. അതുകൊണ്ടാണല്ലോ മറ്റു പല ക്യാമ്പയിനും പല വിഷയങ്ങൾക്കും ഇല്ലാത്ത അത്ര നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സ് നിങ്ങളുടെ ഈ മദ്രസയില് ഈ മഴയത്തും ചിങ്ങത്തില് ചിന്നിപ്പെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടുന്നൊക്കെ വിട്ടിട്ടുണ്ട്. നല്ല മഴയാണ് 2-3 ദിവസമായിട്ട്. അള്ളാഹുവിനോട് നമുക്ക് തേടാം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ ലാ ളാറ വലാ മുദിർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ വേണം, അത് ഖൈറായ രീതിയിലാവണം, നന്മക്കാവണം, ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതാവരുത് എന്ന് റബ്ബിനോട് തേടാം. നിറഞ്ഞു ഒഴുകുന്ന പുഴയുടെ ഓരത്ത് സുന്ദരമായ, അതിനേക്കാൾ നല്ല രീതിയിൽ സുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ബന്ധത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ആ ബന്ധം സുന്ദരമായി ഒഴുകിയില്ലെങ്കിലുണ്ടല്ലോ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിനേക്കാൾ നിറഞ്ഞ ഒരു സദസ്സ്, 100,000-ഓളം സഹാബാക്കൾ മുത്തുനബിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതാണ് രംഗം? ലോകത്തിന്റെ നേതാവിന്റെ വിടവാങ്ങൽ പ്രസംഗമാണ്. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഹജ്ജത്തുൽ വിദായിലെ ഖുതുബത്തുൽ വദാ. ആ ഖുതുബത്തുൽ വദായിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസംഗം, അത് ഏറ്റവും പ്രബലമായ ഒരു ഭാഗം. സഹാബത്തിനോടൊക്കെ ചോദിച്ചു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തുമായി സംവദിക്കുകയാണ്. വല്ലാത്ത ഒരു ബന്ധമായിരുന്നു, വല്ലാത്ത ഗാഢമായ പ്രസംഗം. ഖുതുബത്തുൻ ബലീഗ,
പ്രൗഢഗംഭീരമായ സാരസമ്പൂർണമായ പ്രസംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏതാണ് ഈ മാസം എന്നറിയോ നിങ്ങൾക്ക്? അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ഷഹ്റുല്ലാഹിൽ ഹറാം, ഇത് പവിത്രമായ മാസമാണ്. ഏതാണ് ഈ മണ്ണ്? ഇത് പവിത്രമായ മണ്ണാണ്. ഏതാണ് ഈ ഭവനം? ഇത് പവിത്രമായ ഭവനമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ ഈ പരിശുദ്ധമായ മാസമാകുന്ന ദുൽഹിജ്ജ എത്ര കണ്ട് പവിത്രമാണോ, ഈ പരിശുദ്ധമായ നാട് എത്ര കണ്ട് പവിത്രമാണോ, അതുപോലെ തന്നെ ഈ മഹത്തായ ഭവനവും ഈ മഹത്തായ സ്ഥലവും സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ എത്ര കണ്ട് പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാണ് സഹോദരങ്ങളെ നിങ്ങളുടെ രക്തം ചിന്തരുതേ, നിങ്ങളുടെ സമ്പത്ത് അപഹരിക്കരുതേ, നിങ്ങളുടെ അഭിമാനം ധ്വംസിക്കരുതേ. ബന്ധങ്ങൾക്ക് അതിനേക്കാൾ വലിയ സ്ഥാനമുണ്ട്. കഅബയെ ചൂണ്ടിക്കാട്ടിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, കഅബ നീ പവിത്രമാണ്, പക്ഷേ ഒരു സത്യവിശ്വാസിയുടെ അഭിമാനത്തെക്കാളും അവർ തമ്മിൽ സ്വീകരിക്കേണ്ട ചില ബന്ധങ്ങളെക്കാളൊന്നും പവിത്രതയില്ലട്ടോ. അല്ലാഹുവിന്റെ ദീന് വളരെ ഗൗരവത്തോടുകൂടെ കണ്ട ഒരു മഹത്തായ ബന്ധം. ആ ബന്ധം ശിഥിലമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ആ ബന്ധങ്ങൾ ഒരിക്കലും ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ കരീംക്ക് അവിടെ പറഞ്ഞ അനുഭവം സംഭവിക്കില്ലായിരുന്നു. ലീഗൽ അഡ്വൈസറാണ്, വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവില്ല. ഉള്ള 3 മക്കളും സ്റ്റേറ്റ്സിലാണ്, യൂറോപ്യൻ കൺട്രീസിലാണ്. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ആ പിതാവ് കൊടുത്തത് കൊണ്ടല്ലേ അവരൊക്കെ ഉന്നതമായ ഈ മേഖലയിലേക്ക് എത്തിയത്. എന്നിട്ട് പോലും ആ മനുഷ്യൻ അമുസ്ലിമാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഒന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആ പിതാവ് ഈ മക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അതിന് പോലും ഇവരാരുമില്ലാതെ അനാഥമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ കൈകളിലുള്ള ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥന എങ്ങനെയാണ്? റബ്ബന, പറഞ്ഞോളൂ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇന്ന് രാവിലെ എനിക്ക് കാവുമ്പുറത്തായിരുന്നു ക്ലാസ്. അവിടെ മദ്രസയുടെ ജനറൽ ബോഡിയും PTA മീറ്റിങ്ങും പാരന്റ്സ് മീറ്റിംഗും ഒക്കെ ആയിട്ട് അവിടെ ഇതേപോലെ ഒരു മദ്രസ ഹാളിൽ നല്ല നിറഞ്ഞ സദസ്സുണ്ടായിരുന്നു കേട്ടോ. സന്തോഷം തോന്നി എനിക്ക്. 8-8:30 മണിയാകുമ്പോഴേക്ക് ആ സഹോദരിമാരും ആ ഉപ്പമാരൊക്കെ ആ മക്കളുടെ കാര്യത്തിൽ എല്ലാവരും വന്നല്ലോ. ആ കുട്ടികളുടെ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാ രക്ഷിതാക്കളും എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ പ്രാർത്ഥന തന്നെയാണ് അല്ലാഹു തആല നമ്മുടെ കൈകളിൽ തന്ന മാണിക്യ കല്ലുകളാണ് നമ്മുടെ മക്കളുകള്, കൺമണികളാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മളുടെ പ്രാർത്ഥനയേക്കാൾ വരില്ല. റബ്ബന, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണം, റബ്ബിനോട് തേടുക, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുർറത അയുനിൻ, കൺകുളിർമ നൽകണം. നമ്മൾ റബ്ബിനോട് തേടുകയാണ്, കൺകുളിർമ വേണം. നല്ല അന്തരീക്ഷത്തിൽ അവരോടൊപ്പം ജീവിക്കാൻ കഴിയണം, നല്ല രീതിയിൽ അവരോട് പെരുമാറാനും നല്ല രീതിയിൽ അവരുമായി ബന്ധപ്പെട്ട് കുടുംബബന്ധം മുന്നോട്ട് പോകുവാനൊക്കെ ഏതൊരു ഉമ്മയും ഉപ്പയും ഒക്കെ കൊതിക്കും, മക്കളും കൊതിക്കും. എല്ലാവരും നല്ല കുടുംബമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. കുറെ സമ്പത്തുണ്ടായിട്ടും ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉണ്ടായിട്ടും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ മികച്ചു നിൽക്കുന്നവനായിട്ടും വീട്ടിലെത്തുമ്പോ സമാധാനമില്ലേ? കുടുംബത്തിന്റെ ബന്ധം പവിത്രമല്ലേ, പരിശുദ്ധമല്ലേ? അവിടെ ആത്മാർത്ഥതയില്ലേ? അവിടെ ആ ബന്ധങ്ങൾ ജനുവിനല്ലെങ്കിൽ, ആത്മാർത്ഥമല്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ. ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവില്ല.
ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രാർത്ഥന അള്ളാഹ് നമ്മളോട് പ്രാർത്ഥിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ അള്ളാഹ് പറയണത്? അവസാനിക്കുന്നത് എങ്ങനെയാണ്? വജഅൽന, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? വജഅൽന ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ ആക്കണം മുത്തഖീങ്ങളുടെ ഇമാമാക്കണം. അതാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എനിക്ക് കിട്ടൂല, ഞാൻ ആരാവണം? എന്നെയാക്കണം, മുത്തഖിയാക്കണം എന്ന് മാത്രമല്ല, മുത്തഖീങ്ങളുടെ ഇമാമാക്കിയിട്ട് എനിക്ക് നല്ല കുടുംബം വേണോ, നല്ല മക്കൾ വേണോ, എങ്കിൽ ഇവരുടെ മുന്നിൽ നടക്കുന്ന ഏറ്റവും നല്ലൊരു കുടുംബനാഥനായി ഞാൻ ഉണ്ടാകുമ്പോഴേ എന്റെ കുടുംബത്തെ എനിക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു പിതാവാകുന്ന എന്റെയും പിതാക്കളാകുന്ന നിങ്ങളുടെയും മക്കളുടെയും അതേപോലെ തന്നെ ആങ്ങളയുടെയും ഭാര്യയുടെയും ഉമ്മയുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ. ഇതുമില്ലാത്ത ഒരു കൂട്ടുകുടുംബമാണ്. ഇതിലെല്ലാവരും ഒരുപോലെ ശ്രമിച്ചാലേ ഒരു നല്ല കുടുംബത്തെ ഉണ്ടാക്കി ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ വിചാരിച്ചോടൊന്നും കാര്യമില്ല. നമുക്കൊക്കെ നല്ല കുടുംബം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാതൃകാ യോഗ്യനായി മുത്തഖീങ്ങളുടെ ഇമാമായി മുന്നിൽ നടക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ, അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയോട് ഒരു കാര്യമില്ല. പൊന്തമ്മ തല്ലണമായില്ല, ഒരു കാര്യമില്ല. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാവേണ്ടത്. നമ്മുടെ കുടുംബക്കാർ നമ്മളെ നോക്കും, നമ്മുടെ നിലപാടുകളെ നോക്കും, നമ്മുടെ മക്കൾ നമ്മെ നോക്കും, നമ്മുടെ നിലപാടുകളെ നോക്കും, നമ്മുടെ നമസ്കാരം നോക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കും, നമ്മുടെ പെരുമാറ്റം നോക്കും, നമ്മുടെ സ്വഭാവം നോക്കും, എല്ലാം അവര് നോക്കും. അവരുടെ മുന്നിൽ നടക്കുന്ന മുത്തഖിയായാൽ മാത്രം പോരാ, ആ മുത്തഖീങ്ങളുടെ ഇമാമാവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അർഹനായി മാറുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഏറ്റവും ഉത്തമൻ, കുടുംബത്തിൽ ഏറ്റവും ഉത്തമൻ റസൂലുള്ളാഹിയായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലവനാണോ എങ്കിൽ നിങ്ങളാണ് നല്ലവൻ. ഒരു സമൂഹത്തിന് നല്ലവനായിട്ട് കാര്യമില്ല, രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ നല്ലവനായിട്ട് കാര്യമില്ല, സാമൂഹിക രംഗത്ത് നിങ്ങൾ നല്ലവനായിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നല്ലവനാണോ എങ്കിൽ മാത്രമാണ് നിങ്ങൾ നല്ലവന് എന്ന ഒരു വാക്കിന് അർഹനാകുന്നുള്ളൂ. അവിടെ നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും നമുക്ക് മാർക്ക് 0 മാറുന്നുണ്ടെങ്കിൽ, സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റുള്ള പ്രവർത്തനത്തിനും ഒക്കെ ഭയങ്കര സംഭവമാണ്. കുടുംബത്തിന്റെ വിഷയത്തിൽ മൂപ്പര് ഭയങ്കര പരാജയമാണെങ്കിൽ അതിനേക്കാൾ വലിയ പരാജയം വേറില്ല. അതിനെന്ത് വേണമെന്നുള്ളതാണ്. അതിന് മനസ്സിലാക്കാൻ കഴിയണം, അറിയാൻ കഴിയണം. എന്റെ ഭാഗത്തുള്ള ശരികളെ മുഴുവനും മാത്രം ഞാൻ കാണുന്ന ഒരു നിലപാടിൽ നിന്ന് നമ്മൾ മാറണം. അപ്പുറത്തുള്ളവന്, അപ്പുറത്തുള്ള പ്രതിയോഗിക്ക്, അപ്പൊ നമ്മളത് ഭാര്യയാവാം, മക്കളാവാം, അതേപോലെ തന്നെ അനിയനാവാം, ജ്യേഷ്ഠനാവാം. ഇത് പല പല കുടുംബങ്ങളിലുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ എന്ന സംഘടനയുടെ തുടക്ക സംഘടന ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേര് മുസ്ലിം ഐക്യ സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം. മസ്ലഹത്ത് കമ്മിറ്റി എന്നാണ്. കുടുംബത്തിലെ ഛിദ്രതകൾ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയായിരുന്നു മസ്ലഹത്ത് കമ്മിറ്റി. എറിയാട് മേഖലയിൽ, കൊടുങ്ങല്ലൂരിന്റെ എറിയാട് മേഖലകളിൽ ഉണ്ടായ ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് വലിയൊരു നന്മയായി മാറുകയും അത് കേരളക്കരയിൽ അനിവാര്യമായി പല സ്ഥലങ്ങളിലും വേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുകയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ചില വിഷയങ്ങളിൽ ചില ചെറിയ ഉത്തരവാദിത്തങ്ങളല്ല നമുക്കുണ്ടാവുക. പല കുടുംബം, ഞാൻ അറിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ തന്നെ. വാപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം ഏക്കറക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിട്ട് ഈ സ്വത്തിന്റെ അവകാശികളാകെ 5-6 മക്കളുണ്ടാവുക. എന്നിട്ട് ഈ മക്കള് പെരേല് അച്ചാറും അതേപോലെ തന്നെ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടാക്കി വിറ്റിട്ട് ജീവിക്കേണ്ടി വരെ ഏക്കറക്കണക്കിന് സ്വത്തുണ്ട്. എന്തേ കാരണം? ഒരുത്തന്റെ ഒപ്പ് കിട്ടിയിട്ടില്ല.
ഒരാളെ ഒപ്പ് കിട്ടിയിട്ടില്ല, ഒരു മകനെ ഒപ്പിടൂല. അതേപോലെ ധാരാളം പ്രശ്നങ്ങൾ ഈ മസ്ലഹത്ത് കമ്മിറ്റിയുടെയും ഈ ബന്ധങ്ങളുടെ ഇതിനാരെങ്കിലുമൊക്കെ മുന്നിൽ നിൽക്കണ്ടേ? അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ലാ ഖൈറ ഫീ നജ്വ എന്ന് തുടങ്ങുന്ന നിങ്ങൾക്കൊരു ഖൈറുമില്ല. വലിയ സമ്മേളനങ്ങളും വലിയ മീറ്റിങ്ങുകളും വലിയ ഘോരഘോരമുള്ള പ്രസംഗങ്ങളും ഗംഭീരമായ വെള്ളയായിട്ടുള്ള കതറും ഒക്കെ ഉണ്ടാവും. വലിയ ഭയങ്കര സംഭവമായിരിക്കും. കുടുംബത്തിന്റെ വിഷയത്തിലുണ്ടല്ലോ, ഞാൻ പിടിച്ച മുയലിന് 4 ചെവി എന്നുള്ള നിലപാടായിട്ട് അനങ്ങൂല ചില ആളുകൾ. അങ്ങനെ മരിച്ചു പോകും. തിന്നില്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെയാണ് കൃത്യമായി നിലപാടുകൾ ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ റമദാനിൽ ഞാൻ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞതാ തോന്നുന്നത്, അള്ളാഹിനോട് നമ്മൾ തേടുന്നത് അള്ളാഹുവേ നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. ഞാനാരാ? ഞാൻ 20 കൊല്ലായിട്ട് എന്റെ അഞ്ചനോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല കേട്ടോ. അത് റബ്ബേജ് നോക്കണ്ട, അത് വിട്ടാൽ അത് വേറെ കേസാണ്. പക്ഷെ റബ്ബേ നിന്റെ വിട്ടുവീഴ്ച എനിക്ക് വേണം. നമുക്കിങ്ങനെ വാരിക്കോരി തരും അമ്മ വിട്ടുവീഴ്ച. നീ ആരാണ്? നിന്റെ നാത്തൂനല്ല. അത് നിങ്ങൾ പറഞ്ഞ പോലെ നാത്തൂനും ഞാനും എന്നുള്ള പ്രശ്നം അതൊന്നുമല്ല. അത് നിങ്ങൾ പറഞ്ഞ വരില്ല. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചോളും, നിന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല, നാത്തൂനാണ് ഇതിന്റെ മുഴുവൻ പ്രശ്നക്കാരി. ആയിക്കോട്ടെ, അവിടെയും അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ഇടപെടൽ. റസൂൽ പറയാം, ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅ ബിസ്സലാം. നാത്തൂനായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ജ്യേഷ്ഠനായിക്കോട്ടെ, പ്രശ്നക്കാരൻ 100% അവരായിക്കോട്ടെ, പക്ഷേ ഇന്ന ഔലന്നാസി ബില്ലാഹ്, അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനം വേണോ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സലാം പറഞ്ഞുകൊണ്ട് ആരാണോ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ചെയ്യും. കാരണം ഇത് പവിത്രമാണ്, ഇതിവിടെ ഉടയാണ്, ഇവിടെ നശിക്കുകയാണ്. ഞാനിപ്പോ ഇങ്ങനെ വരുന്ന നേരത്ത് ഞാനും മോനും കൂടെ സ്കൂട്ടിന്ന് വരുമ്പോ എന്റെ എളാപ്പാന്റെ മോൾ അവിടെ കാത്തുക്കുണ്ട്. കുറെ മുന്നേ കണ്ടതാ, ആളൊന്ന് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി സ്കൂട്ടി തിരിച്ചിട്ട് പോയോ ഇപ്പൊ അസറിന് മുന്നേ. അപ്പോ ആ ആളെന്നെയാണ് സലാമൊക്കെ പറഞ്ഞു, എടാ ഇന്ന് നമ്മളെ പെരയിലെ കുടുംബ സ്വത്തിന്റെ ഭാഗം വെക്കലായിരുന്നു, അതിന് വന്നതാണ്. റബ്ബിന്റെ തൗഫീഖോടുകൂടി ഒരു പ്രശ്നമില്ലാതെ റാഹത്തായി കഴിഞ്ഞു, ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷം അവരുടെ മുഖത്തും, ആ ഒരു സന്തോഷം. അവർ പറഞ്ഞത് പാന്റെ മുതല് ഓരിക്കണോടത്ത് ഒരു പ്രശ്നമില്ലാതെ തീരണേന്നായിരുന്നു ഇന്നലെ രാത്രി വരെ തേട്ടം. സഹോദരങ്ങളെ, നമ്മുടെ ചില നിലപാടുകളെ കൊണ്ട് എത്ര ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടെന്നറിയോ? ഞാൻ ആ പറഞ്ഞ കുടുംബത്തിൽ പോലും പെങ്ങന്മാർക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ മക്കളെ കെട്ടിക്കണം, ചികിത്സകൾ വേണം, ഇതൊക്കെ മുടങ്ങിക്കിടക്കണം. ഒരാളുടെ ഒരൊറ്റ ഒരു പ്രയാസം കൊണ്ട്. ഇങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്ന് പറയും. ആ കുടുംബത്തിലെ ഈ പറയുന്ന രീതിയിൽ ഒരു കണ്ണിയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാനൊന്നും ഒരു അർഹതല്ല കേട്ടോ. ബന്ധമെന്ന ഒരു മഹത്തായ പവിത്രമായ, അതാണ് മീസാഖൻ ഖലീദ എന്ന് പറഞ്ഞത്. ആ വിഷയം ഭൂമിയിലേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചു എന്നാണ്. ഭൂമിയിലേക്ക് അവതരിക്കാൻ അവരെന്നെ ചേർക്കൂല, അവരെന്നെ ഗൗരവത്തിൽ കാണില്ല. അല്ലാഹു തആല പറയുന്ന മൻ ഖതഅഹുല്ലാഹു വമൻ വസലഹുല്ലാഹ്, ഈ പവിത്രമായ ബന്ധത്തെ മുറിക്കുന്നവൻ അല്ലാഹുമായുള്ള ബന്ധം അവനോട് അല്ലാഹു മുറിക്കും. അത് ചേർക്കുന്നവനോട് ആ ബന്ധം അല്ലാഹു ചേർക്കുമെന്ന് ഉറപ്പ് കൊടുത്തില്ല. കുടുംബബന്ധം ഭൂമിയിലേക്ക് അവതരിച്ചതിന് ഇവിടെയാണ് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, ഈ പവിത്രമായ ബന്ധം മുറിക്കുന്നവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ചില ആളുകള് അവർ മരണപ്പെട്ടു പോയാല് അവരെ കുറിച്ച് പറയും, കുടുംബത്തിൽ ഇത്രയും നല്ലൊരു മുതലുണ്ടായിരുന്നില്ല, പോയി, അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ. ഞങ്ങൾ അയൽവക്കത്ത് എല്ലാത്തിനും പറയാൻ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ ഉണ്ടാവും, എന്റെ കുട്ടികൾ പട്ടി കിടക്കൂല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, റബ്ബേ പുറത്തു കൊടുക്കണേ. വേറെ ചില ആൾക്കാർ മരിക്കുമ്പോ എന്താ പറയാ, കുറെ നുല്ല് വിധവനാണ്, ഏതായാലും മരിച്ച് ഇനിയിപ്പോ ഞാൻ ഒന്നും പറയണ്ട, അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. രണ്ടും പുറത്തു കൊടുക്കാം, രണ്ടിന്റെ ശൈലി വേറെയാണ്.
ഒരു സമാധാനം കിട്ടിയിട്ടില്ല കുടുംബത്തിന്, ഒരു സമാധാനം അയൽവക്കത്ത് ഉണ്ടായിട്ടില്ല. മരിച്ചുപോയില്ലേ മക്കൾ, അങ്ങൊന്നും പറയണ്ട. ഇതിലേതാവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരെ കുറിച്ചും പറയട്ടെ, ആ ഒന്നും ഇന്നെ പറ്റി പറയില്ല, നമ്മളൊക്കെ പറ്റി മറ്റുള്ളവരോട് നമ്മളൊന്നിങ്ങനെ ചോദിച്ചു നോക്കുക. അപ്പോഴാണ് ഈ പറയുന്ന എന്റെയും നമ്മളെല്ലാരും അവസ്ഥകൾ അറിയാൻ പറ്റുള്ളൂ. അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും പറയുന്നവരെ നിങ്ങൾക്ക് വിടാം. നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി. ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും അസൂയയും കുശുമ്പും, അള്ളാന്റെ റസൂലും സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. അത് പലപ്പോഴും പറയാറ്, റമദാനിലെ സാധാരണ പറയാറ് നന്നാവാൻ വേണ്ടിയിട്ട്. റമദാൻ ഒന്നാമത്തെ മാസമാണല്ലോ. വൈദ്യ മാഷ എൻ്റെ അടുത്ത് തന്നെങ്കിൽ ചിലപ്പോൾ 10 വട്ടം കേട്ടിട്ടുണ്ടാവും. മൂപ്പർ ഇപ്പൊ തന്നെ ഏകദേശം മൂപ്പർ പറയാൻ പോകണം അതന്നെ ആയിരിക്കും വിചാരിക്കും. ഒന്നെടുത്തിട്ടിങ്ങനെ വരുന്ന ഒരു സഹാബിയെ കുറിച്ച് റസൂൽ അയാൾ സ്വർഗത്തിലാന്ന് പറഞ്ഞ കഥ അല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. അത് എന്തെങ്കിലും മുണ്ടാത്തങ്ങൾ കേട്ടിരുന്നേ. അല്ലാഹ് റസൂൽ പറഞ്ഞു, ഒരാളിപ്പോ കടന്നു വരും, അയാൾ സ്വർഗത്തിലാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒന്നെടുത്തിങ്ങനെ വരുന്നുണ്ട്, താടിമക്കൂടെ വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട്, ഇടത്തെ കയ്യിൽ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. രണ്ടാമത്തെ ദിവസം അങ്ങനെ തന്നെ ആവർത്തിച്ചു, മൂന്നാമത്തെ ദിവസവും അങ്ങനെ തന്നെ ആവർത്തിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തിന് പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട്, എന്താ ഇദ്ദേഹം ചെയ്യുന്ന പണിയെന്നൊന്നും അറിയാൻ, ഈ ഇദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള അമലെന്നൊന്നും അറിയാൻ, അല്ലാതെ വേറൊന്നിനുമല്ല കേട്ടോ, വേറൊന്നിനുമല്ല. താല്പര്യത്തിന്റെ ആവേശത്തിന്റെ ഊക്കുകൊണ്ട്, സ്വർഗത്തിലൊന്ന് കയറണമെന്ന പൂതി കൊണ്ട്, പ്രത്യേകിച്ച് കൂടുതലൊന്നും കാണാതെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, സുഹൃത്തെ എൻ്റെ അടുക്കൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഞാൻ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ ആരെങ്കിലും അഭിമാനം ഞാൻ ധ്വംസിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും എനിക്ക് കുശുമ്പും അസൂയയും വിദ്വേഷവും വെറുപ്പുമുണ്ടോ, ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ ഉറങ്ങാറ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. പരമാവധിയെ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അവിടെ പോലും അള്ളാഹുവിനോടുള്ള കടമയും കടപ്പാടും പറഞ്ഞതിന്റെ കൂടെ ചേർത്തി പറഞ്ഞതാണെന്ത്? മാതാപിതാക്കളോടുള്ള കടമ. അനിഷ്കുർലി എന്താണ് കൽപ്പിക്കുന്നത്? അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ. ആ വിഷയത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, അറിവില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പറഞ്ഞാലോ, അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ, അങ്ങനത്തെ ഒരു കുത്തുബിയത്തും റാത്തീബും നടത്താൻ പറഞ്ഞാലോ, സാധാരണ നമ്മൾ പറയാറുണ്ട്, കുറ്റിപ്പുറം മണ്ഡലാണല്ലോ, വളാഞ്ചേരിയിൽ നിന്ന് വരുമ്പോ ഉമ്മാക്ക് വിളിച്ചു, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വരുമ്പോ, ഉമ്മ ഞാനിവിടെ അങ്ങാടിയിലാണുള്ളത്, ഗൾഫിൽ നിന്ന് വന്നാണ് മോന്, 2 ദിവസം മുന്നേ വന്നതാ, എന്താണ് ഞാൻ ഉമ്മാക്ക് വാങ്ങേണ്ടത്? മോനെ, എനിക്ക് ഇജ്ജ് വന്നിട്ട് ഒരു കസവിന്റെ തട്ടമാണെന്ന് അങ്ങനെ പൂജിച്ചിരുന്നു, നല്ലൊരു കസവിന്റെ മുണ്ടെടുത്തോ, കോഴിക്കോട്ട് അങ്ങാടിയിൽ ഏറ്റവും നല്ല കടയിൽ കയറിയിട്ട് ഏറ്റവും നല്ല കസവിന്റെ തട്ടെടുക്കണം, അത് ഞാൻ വാങ്ങിച്ചോളമ്മ. അല്ല മോനെ, ഫോൺ വെക്കല്ലേ, ഇജ്ജ് വരുമ്പോഴേ ഞാൻ ഒരു കാര്യം കൂടി ഉണ്ട്, ഇജ്ജ് വരുമ്പോ ആ മൂടാല് ജാർത്തിങ്ങനെ ഇറങ്ങിയിട്ടേ അവിടെ ഒരു ചന്ദനത്തിരി അവിടെ നേർച്ചാക്കിട്ട് ഇജ്ജ് കേടുപാടൊന്നും ഇല്ലാതെ എത്താൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ. കടയില് 500 അല്ല 1000 അല്ല 2500 അല്ല 3000 റുപ്യന്റെ കസവ് തട്ടേണ്ട ഉമ്മാക്ക് വാങ്ങണം. പക്ഷെ 10 റുപ്യന്റെ 100 റുപ്യന്റെ ഇങ്ങനത്തെ ഒരു അള്ളല്ലാത്തവർക്ക് നേർച്ച വഴിപാട് അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലോ
അതിന്റെ പൊന്നുമ്മ നേർച്ചാക്കിയതല്ലേ, എന്റെ കേടുപാടുകളില്ലാതെ വരാൻ വേണ്ടിയിട്ട് ഫലാത്വത്തെ അനുസരിക്കാൻ പാടില്ല, പറ്റൂല്ല നമുക്ക്. എനിക്ക് തൗഹീദ് മനസ്സിലായത്, ഞാൻ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദിയിൽ നിന്ന് ഞാൻ തൗഹീദ് മനസ്സിലാക്കി നാട്ടിലേക്ക് വരുന്ന ദിവസം, അന്ന് 8 മക്കളിൽ ഇളയ ആളാണ് ഞാൻ. അന്ന് എൻ്റെ പെരക്കാര് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പെരക്കാരെന്നുള്ള ഉപ്പയെ കൊണ്ട് നിർബന്ധിച്ചിട്ട് വീട്ടിലെല്ലാവരും മൊയ്ലിയന്മാരാണ്. അവർ ചെയ്ത ഒരു പണി ഇതെനിക്ക് പറയുമ്പോൾ അത് ഓർമ്മയുണ്ട്. പെരയിലൊരു കുത്തുബിയത്ത് വെച്ചേക്കണം. അന്ന് രാത്രി കുത്തുബിയത്താണ്. അന്ന് രാത്രി പള്ളിയിൽ കുത്തുബിയത്ത്, വീട്ടിൽ കുത്തുബിയത്ത് വെച്ചിരിക്കണം. ആ കുത്തുബിയത്തിൽ ഞാനിരിക്കണം. ആ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. നിങ്ങളൊക്കെ മുജാഹിദ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരിപ്പോ അൻസാർ നന്മണ്ടന്റെ പ്രസംഗം വലിയ വിവാദമായിക്കണ്. എന്താണ് വിവാദമല്ല, വളരെ ഹക്കായ അദ്ദേഹത്തിന്റെ അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്ത്, ഞാൻ ഇന്നേ വരെ ഒരു റാത്തീബിന് പോയിട്ടില്ല, മൗലീദിന് പോയിട്ടില്ല. മൗലിയന്മാർക്ക് മുഴുവൻ ഇളകിയിരിക്കണത് കേട്ടപ്പോ അവര് പറയട്ടെ, അഭിമാനത്തോടു കൂടെ തന്നെയാണ് നബിയെ താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കില്ല. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ എന്റെ റബ്ബിനെ അല്ലാതെ മറ്റൊരാളോടും ആ അർത്ഥത്തിൽ ഞാൻ സഹായം തേടിയിട്ടില്ല എന്ന് അൻസാർ നന്മണ്ടയല്ല, ഏതൊരാൾ പറയുന്നതും പ്രഖ്യാപനമാണ്. ഒരു കൊല്ലം മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനത്തെ ഒരു സംസാരം നടത്തിയല്ലോ, അല്ലേ? നേരിട്ട് റബ്ബിനോട് തേടിയാൽ പോലെ എന്തിനാണ് ഇടയാളന്മാർ? മൗലിയമാർ സമസ്തക്കാരും ഇറങ്ങി അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ സംവാദത്തിന് വന്ന ഒരു ടീം ആകെ നാണം കെട്ടു പോകണ്ടായത്. ഞാൻ അതിലേക്കൊന്നുമല്ല പോണത്. പക്ഷേ ഇവിടെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ വെറുതെ അനാവശ്യമായി കുടുംബ ബന്ധം തകർക്കുന്ന നിലപാടുകളിലേക്ക്, കടുത്ത നിലപാടുകളിലേക്ക് നമ്മൾ പോകരുത്. അപ്പൊ ഇനി നമ്മൾ മുജാഹിദുകളാകുന്ന നമ്മളും ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ എന്താന്ന് ചോദിച്ചാലും, നമ്മള് അള്ളാഹുവിന്റെ ദീനിൽ നമ്മുടെ നിലപാടുകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ കുടുംബ ബന്ധം തകർക്കുന്ന തരത്തിലേക്ക് അനാവശ്യമായ ചില വൈകാരികമായ തീവ്രതയുള്ള നിലപാടുകളിലേക്ക് നമ്മൾ പോരുത്. നമുക്ക് നിലപാടുണ്ടാവണം, പക്ഷെ അതുപോലെ മറ്റുള്ളവർ മാറണമെന്ന് കുടുംബത്തിൽ നമ്മൾ വാശി പിടിക്കരുത്. എന്റെ അന്ന് വീട്ടിൽ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ചാൽ, അന്ന് കുത്തുബിയത്ത് വെച്ചിരിക്കണം. ഈ തൗഹീദ് മനസ്സിലാക്കി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കുത്തുബിയത്തിൽ ഞാൻ ഇരിക്കൂല എന്ന് അവർക്കറിയാം. ആ കുത്തുബിയത്തിൽ ഞാൻ പങ്കെടുത്താലാണ് കുടുംബത്തിൽ സ്ഥാനം. ഇല്ലേ, സ്ഥാനമില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്തു ചെയ്യും? ഒരു മാർഗമില്ലല്ലോ. കേവലം എന്തെങ്കിലും പരിപാടി ഒരു അൽഫാത്തിഹ വിളിക്കണമെന്നല്ല, 1000 വട്ടം മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ ഞാൻ എന്റെ ആദർശത്തിനെ പോറലേൽപ്പിക്കാൻ കുത്തേണ്ടത് എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള കുത്താണ്. അവരത് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നോടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല. ഞാനൊരു അസറായപ്പോഴത്തിന് ഞാൻ പോന്നു, വീട്ടിൽ നിന്ന് ഞാൻ പോന്നു. അങ്ങനെ അസറൊക്കെ കഴിഞ്ഞ് ഏകദേശം മഗ്‌രിബും കഴിഞ്ഞ് ഇശാം കഴിഞ്ഞ് രാത്രി 10 മണിയാകുമ്പോഴേക്ക് ഏകദേശം ഇതൊക്കെ അവസാനിച്ചിട്ടുണ്ടാകും. ഞാൻ വീട്ടിലേക്ക് പോയപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും എൻ്റെ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വാതിലും പൂട്ടിയിട്ട് ഈ 10-40 മുസ്ലിംമാർ പേരൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാത്തിക്കണം. ഞാനാണെങ്കിൽ ഒറ്റൊരാളേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇത് ഇങ്ങനൊക്കെ അവർ ചെയ്യുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാമായിരുന്നു. അവിടെ നമുക്ക് ഈ വിഷയത്തിൽ കുടുംബവുമായിട്ട് അന്ന്, അഥവാ അതിലിരുന്ന് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, അതിലിരുന്നില്ലെങ്കിൽ കുടുംബത്തിൽ സ്ഥാനമില്ല എന്നാണ്. അതായിരുന്നു പടിയടച്ച് പിണ്ടം വെക്കലായിരുന്നു അത്. പക്ഷേ അവിടെയൊക്കെ അള്ളാഹുവിന്റെ സഹായങ്ങളും അള്ളാഹു തആലയുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ല. ഞാൻ എൻ്റെ ഒരു വിഷയം വന്നപ്പോ ഈ കാര്യം പറഞ്ഞു. കുടുംബത്തിൽ നമുക്ക് കുടുംബത്തോട് എതിർത്ത് നിൽക്കാൻ അവകാശമുള്ളത് ഈ ഒരു മേഖലയിൽ മാത്രമാണ്. വേറെ ഒന്നിന്റെ പേരിലും
അതിന് ശേഷവും ബാക്കിയുള്ളവരുമായി കുടുംബബന്ധം പുലർത്തുന്നതിലോ അതല്ലെങ്കിൽ ഉപ്പയെയും ഉമ്മയെയും പരിപാലിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതിലോ ഒന്നും നമ്മൾ പോരായ്മ വരുത്തിയിട്ടില്ല. പോരായ്മ വരുത്താനും പാടില്ല. ഇങ്ങനൊക്കെ ചെയ്തവരല്ല, ഇതൊന്നും മാനദണ്ഡമല്ല. ഇനിയിപ്പോ അങ്ങനൊക്കെ ചെയ്തു എന്ന് പറയാം. ചില ആൾക്കാർക്ക് പറയാനുള്ളത് അങ്ങനൊക്കെ ചെയ്തവരാണ് ഉമ്മിപ്പും, ഒരു വകുപ്പുമില്ല. കാരണം എന്താണെന്നോ, എന്തൊക്കെ അവര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരും റബ്ബും കൂടെ ആയിക്കോട്ടെ. ഭൗതിക ലോകത്ത് അവർക്ക് ചെയ്യേണ്ടുന്ന നന്മകൾ മുഴുവനും ചെയ്യണം. അമുസ്ലിമായ ഉമ്മയോ ഉപ്പയാണെങ്കിൽ പോലും. പിന്നല്ലേ ഈ വിഷയത്തിൽ മാത്രമുള്ള വ്യത്യാസം അതുണ്ടാകാൻ പാടില്ല. കാരണം അത് നമ്മോട് കൽപ്പിച്ചത് അള്ളയാണ്. ഇതിനൊക്കെ ചില വല്ലാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പൊ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഏതാ പ്രാർത്ഥന? പറയും, ഉറക്കെ പറയും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നേരത്തെ പറഞ്ഞതുപോലെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാർത്ഥനയും അല്ലാഹു തആല അവസാനിപ്പിച്ച ശബ്ദങ്ങൾ റബ്ബിർഹംഹുമാ, റബ്ബേ നീ അവരോട് കരുണ കാണിക്കണേ, കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവരെന്നെ വളർത്തിയതുപോലെ. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സ്വത്ത് വരാത്തതിലോ മുതൽ വരാത്തതിലോ വേറെന്തെങ്കിലും പ്രശ്നം, അതൊന്നും അള്ളാന്റെ അടുക്കൽ എന്തില്ല, കണക്കില്ല. അതൊക്കെ ഓല റബ്ബും കൂടിയാവും. നീ ചെയ്യേണ്ടത് ചെറുപ്പത്തിൽ അവർ സഹിച്ച ത്യാഗമുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. ഒരു ഉമ്മ 10 മാസം ഗർഭം ചുമന്ന ഉമ്മയ്ക്കും നീ ഒരു സ്ഥാനത്തേക്ക് എത്താനായി അതുവരെ നിന്നെ പോറ്റി വളർത്തിയ ഉപ്പാക്കും അതിനോളം പകരം വേറൊന്നും വരില്ല. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പ്രാർത്ഥിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും ഓരോടുള്ള നമുക്ക് പരാതികൾ എന്താണ്? എനിക്ക് അത്ര തന്നില്ല, മറ്റവർക്ക് അത്ര കൊടുത്ത്, ഇവർക്ക് ഇത്ര കൊടുത്ത്, എനിക്ക് ഇത്ര കിട്ടിയില്ല. അതൊന്നും മാനദണ്ഡമല്ല. അവിടെയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. പവിത്രമാണ് ആ ബന്ധം. അത് കാത്തു സൂക്ഷിക്കണം, അതിന് കഴിയണം. അത് നമ്മുടെ ബാധ്യതയാണ്. മറ്റൊരു ന്യായീകരണത്തിന് ഒരു വകുപ്പില്ല. കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടാവും അത് നമ്മുടെ മക്കളോട്. ഇപ്പൊ ഇന്നലെ വീട്ടില് പെരയില് എന്റെ ഭാര്യയുണ്ട് സദസ്സിൽ. ഓളവും കുട്ടികളും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് രണ്ടാമത്തോളം എന്തോ ഒരു തഗ്ഗടിച്ച് ഭയങ്കര ചിരികള് ഇവര്, അഥവാ മക്കൾ തമാശ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര ചിരിയാണ്. അപ്പൊ ഞാനവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അപ്പൊ ഓർമ്മ വന്നത് എനിക്ക് എന്റെ ഉമ്മാനെയാണ്. പെരയിൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞിട്ട് ഉമ്മാനെ ഈ പഴം മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്ക് അപ്പം അങ്ങനെ ഓർമ്മ വന്നു. ഒന്നും ഉണ്ടായിരിക്കണം ഹംക എന്ന് പറഞ്ഞിട്ട് തമാശയിൽ അഥവാ ചിരിപ്പിച്ചിട്ട് അത്രക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ ചിരിപ്പിക്കാറ്. അപ്പൊ ഇന്നലെ 2 മക്കള് ഓളെടുത്ത് വന്നിട്ട് വൈഫിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചപ്പോ എന്റെ ചിന്ത അപ്പം മുഴുവൻ പോയത് ഉമ്മയിലേക്കാണ്. തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങള് ഒരു കുട്ടിയുടെ പാട്ട് ഒരാളുടെ മകനോ മകളായിട്ട് നമുക്ക് വരാൻ കഴിഞ്ഞോളന്നില്ല. ഇനിയുള്ള ലോകം വേറെയാണ്. അവിടെ യൗമയുഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. അവന്റെ ജീവിതത്തിൽ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്തോ അത് മാത്രമാണ്. അതിനനുസരിച്ച് നെട്ടോട്ടം പായാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലാണ് പലപ്പോഴും ഈ ഇരിക്കുന്നവരൊക്കെ മുജാഹിദുകളാണ്, ഒക്കെ സലഫികളാണ്, 100% എനിക്ക് ഉറപ്പുള്ള.
ഒരു കാരണവുമില്ലാതെ പിണങ്ങി നിൽക്കുന്ന അവസ്ഥകൾ എവിടെയെങ്കിലും നമുക്കുണ്ടെങ്കിൽ, മതപരമായ കാരണം നാളെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. അതല്ലാത്ത കാരണങ്ങൾ, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ റബ്ബിന്റെയും റബ്ബിന്റെ നിയമങ്ങളുടെയും എതിര് പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞ വിഷയത്തിൽ അതിൽ ഒരു മഖ്ലൂഖുകൾ എന്ത് ചെയ്യേണ്ടതില്ല, ലാ ത്വാഅത, അനുസരിക്കേണ്ടതില്ല. അതല്ലാത്തതിലൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. വിട്ടുവീഴ്ച ഇല്ലാതെ നമ്മൾ റബ്ബിനോട് വിട്ടുവീഴ്ച നൽകണമെന്ന് തേടിയിട്ട് റബ്ബ് വിട്ടുവീഴ്ച തരില്ല. അവിടെ വിട്ടുവീഴ്ച ഇല്ലാതെ ഒരു കുടുംബത്തെ നല്ലപോലെ കൊണ്ടുപോകാനോ കഴിയൂല. വിട്ടുവീഴ്ച വേണം. കുടുംബത്തിൽ അനിവാര്യമാണ് വിട്ടുവീഴ്ച, അല്ലാതെ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ വിഷയത്തിലും കാരണം പരിശുദ്ധമാണ് ബന്ധങ്ങൾ. നമ്മളെ പ്രമേയത്തിന്റെ രണ്ടാമത്തെ വാക്കതാണ്. ആ പരിശുദ്ധമായ ബന്ധത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പല കാര്യങ്ങളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പല നീക്കുപോക്കുകളും നടത്തേണ്ടി വരും. ആദർശത്തിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചല്ല, അതിൽ നമുക്ക് അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കാനും പാടില്ല. ഇപ്പോ ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ അവിടെയാണ് നമ്മളെപ്പോഴും മറുപക്ഷവും കൂടെ കേൾക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവണം. അപ്പൊ ഈ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ടീമിനൊക്കെ സംവദിക്കുകയാണ്, നമ്മുടെ മറുപക്ഷത്തുള്ള ടീമിന്റെ തെളിവുകളെ കുറിച്ചും അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നതിനെ കുറിച്ചും അറിയാനും പഠിക്കാനും തയ്യാറാവണം. എപ്പോഴും നമുക്ക് ജയിക്കണം, മറ്റവർക്ക് തോൽക്കണം എന്നല്ല. ജയിക്കാനും തോൽപ്പിക്കാനും അല്ലാതെ ജയിക്കാനും ജയിപ്പിക്കാനും വേണ്ടി സംവദിക്കാനും ചർച്ചയ്ക്ക് ഒരുങ്ങാനും നമുക്ക് കഴിയണം. പല കുടുംബങ്ങൾ വിശാലമായി പറയേണ്ട വിഷയമാണ്. കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഇപ്പോ തലാഖുകള്, വിവാഹമോചനങ്ങള്, അതേപോലെയുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ധാരാളം അധികരിക്കുകയാണ്. ഈഗോകളാണ്, പലപ്പോഴും കോംപ്ലക്സുകളാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചില ആൾക്കാർ ചെല്ലും, ഓലെന്നെ വൺ സൈഡ് വെക്കും, അതോടെ തീരും. ഏകദേശം തീരുമാനമാവും. ഒരു പ്രശ്നം പരിഹരിക്കാനെ ചെന്നാൽ കൂടുതൽ എന്തായി പ്രശ്നമായി മാറുന്ന ഒരവസ്ഥ ഒരിക്കലും പൊന്നാര സഹോദരികളെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. ഒരു വിഷയത്തിൽ, കുടുംബത്തിന്റെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. എന്നാണ് അതിന്റെ ഖിസ്ത്, എന്താണ് അതില്, ആ അതിലെന്താണ് നോക്കിയിട്ട് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയണം. എല്ലാ ഖുതുബകളിലും ധാരാളം കേൾക്കുന്ന നമ്മളൊരായത്തുണ്ട്. ആ ആയത്തെന്താണ്? ആയത്ത് إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. ഇതും പറഞ്ഞിട്ടാണ് ഖുതുബ പലപ്പോഴും അവസാനിപ്പിക്കുക. പക്ഷെ ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എന്താണെന്നുള്ള മനസ്സിലാവണം എന്നുള്ള വേറെ വിഷയം. അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. വലിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ അദ്ൽ, നീതിയുടെ കൂടെ നിൽക്കണം. എന്റെ മോളെ കേസാണെങ്കിൽ പോലും, എന്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആരുടെ ഭാഗത്തിലാണ് ഞാൻ പോകുന്നതെങ്കിൽ പോലും വിഷയം പഠിക്കണം. ഞാൻ സംസാരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തല്ല നീതിയെങ്കിൽ അവളെയാണ് ഇരുത്തി പറഞ്ഞു കൊടുക്കേണ്ടത്, അവനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ അതിനെന്തിനാ വല്യപ്പാന്റെ കുട്ടി പേടിക്കണത്? നമ്മളേതാ തറവാട്ടേര് ഒരാൾക്ക് ഇജിന്റെ പോയാൽ നമുക്കത് ശരിയാക്കാം. ഏകദേശം മിക്കവാറും തീരുമാനമാവും. ആ ജാതി തറവാട്ടേര് പൊന്നാര കാരണന്മാരും കാരണത്തികളും ഒരുങ്ങരുത്. കാരണന്മാർ ഒരുങ്ങണ്ടെന്നല്ല, പക്ഷെ ഒരുങ്ങുന്നിടത്ത് എന്താണ് നീതി, അതിന്റെ കൂടെ നിൽക്കാൻ കഴിയണം, ആരുടെ ഭാഗത്താണെങ്കിലും. പലപ്പോഴും ഇപ്പൊ ഞാൻ അടുത്തൊരു കേസിൽ വാപ്പാക്കും ഉമ്മാക്കും ഓനിഷ്ടല്ല, പുതിയാപ്പിള്ള ഇഷ്ടമല്ല. ഞാൻ ഓലൊക്കെ മാറ്റിയിട്ട് ഓളോട് ചോദിച്ച്, എനിക്ക് മജീദാക്ക മൂപ്പര മതി, മോളത് കേട്ടാൽ മതി എന്നാണ്. എൻ്റെ കുടുംബത്തിലെ അടുത്ത കുടുംബത്തിലെ കേസാണ്. എൻ്റെ ജ്യേഷ്ഠന്റെ പെണ്ണുങ്ങളാകുന്ന താത്താനെ എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നു.
അവരും നല്ലപോലെ ജീവിക്കുന്നുണ്ട്. ഈ കാക്കാക്ക് ആ ഒരു വിരോധം ഇപ്പോഴുണ്ട്. സ്വന്തം മോളെ കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതല്ല, കുറച്ച് ഞാൻ നന്നായിക്കോളും എന്നുള്ള നിലക്കാണ്. അവിടെ ഒരു കുടുംബം നല്ലപോലെ പോട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സൂറത്തുൽ റൂമിലെ ആയത്താണ്. ഈ ആയത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? എവിടെ കേട്ടിട്ടുണ്ടാവുക? നിക്കാഹിന്റെ ഖുതുബയിൽ. നിക്കാഹിന്റെ ഖുതുബയിൽ ധാരാളം പങ്കെടുക്കുന്നവരായതുകൊണ്ട് പാടായിട്ടുണ്ടാവും. ബൈഹാർട്ടാണ് എല്ലാ നിക്കാഹിന്റെ ഖുതുബയിൽ തോന്നും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹുവിന്റെ അപാരമായ ആയത്തുകളെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിലാ പറയണത്. റബ്ബിന്റെ ആയത്തിൽപ്പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും. ഖലഖലകും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ അൻഫുസികും നിങ്ങളിൽ നിന്ന് തന്നെ അസ്വാജൻ ഇണകളെ. ഇപ്പൊ തിരുനാവായക്കാരന് ഒരു പെൺകുട്ടി വരുന്നത് അടപ്പാടുന്നാണ്. വല്ല ബന്ധുണ്ട്? ഒരു ബന്ധുമില്ല. ഒരു ബന്ധുമില്ല. ഏതോ ഒരുത്തി. പക്ഷേ അവിടം മുതൽ ഇത്രയും കാലം 18 വയസ്സ് വരെ 21 വയസ്സ് വരെ പോറ്റി വളർത്തിയ ഉപ്പ, എന്റെ മോളെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ച് എന്റെ പൊന്നുമോളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത് മുതൽ അല്ലാഹു തആല അവർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാൻ മവദ്ദത്തൻ. മവദ്ദത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരതീയത്തിൽ നമുക്ക് കിട്ടൂല. ഇഷ്ക്, മുഹബ്ബത്ത്, പ്രണയം, അതിന് എന്ത് പേരിട്ടാലും അതിനേക്കാൾ വലുതാണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ. വറഹ്മ, പിന്നെ അത് കാരുണ്യമായിട്ട് മാറണം എന്നാണ്. അത് കാരുണ്യമായിട്ട് മാറും. അതുകൊണ്ടാണ് അല്ലേ കാലൊന്ന് വെച്ച് കുത്തിയിട്ട് ചോര വരുമ്പോഴേക്ക് നമ്മളെക്കാൾ വേജാറ് നമ്മളെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് പേടിയോ ആ വലിയ ഇപ്പോൾ അടിച്ചു പോകുന്നത്. സംഭവം ഇത് വല്ലാണ്ട് ഓവറാക്കല്ല എന്നൊക്കെ പറയാൻ തോന്നുമെങ്കിലും അവർ ആത്മാർത്ഥമായിട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? ആ കാലൊന്ന് മുറിഞ്ഞ് ചോര വരുമ്പോ പൊട്ടുന്നത് നമ്മളെ വേദനയേക്കാൾ അവരുടെ കൽബ് പൊട്ടുന്നുണ്ടെങ്കിൽ അത് അന്നിട്ട് കൊടുത്ത മവദ്ദത്താണ്. അവിടെ മുതൽ അവർക്ക് അങ്ങനെ ഒരാൾ വരികയാണ്. വറഹ്മ, പിന്നത് കാരുണ്യമാണ്. പക്ഷെ അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ തെരഞ്ഞെടുക്കണം. അപ്പൊ എന്റെ പോലത്തെ ഇഷ്ടവും അനിഷ്ടവും ആഗ്രഹവും ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളൊരു ബോധ്യം നമുക്കും കൂടി ഉണ്ടായാൽ മതി. ഏതായാലും മിക്കവാറും ഇന്ന കാര്യം തീരുമാനമാവും. ഇപ്പൊ മോള് പോലെ സദസ്സിലുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ ഇപ്പോ സഹോദരിമാര് കുറെ ചെറുപ്പക്കാരികളുണ്ട് ഇവിടെ, നല്ല കൂടുതൽ പ്രായമായവരെ. നിങ്ങളൊന്നും പുതിയ പെണ്ണുങ്ങളെല്ലാം വരുന്നുള്ള എനിക്ക് ഏകദേശം അറിയാം. നിങ്ങളെ പുതിയാപ്പിള്ളാർ പലരും എത്തിയിട്ടില്ല. ഓലും കൂടി കൊണ്ടുവരണം. നിങ്ങള് നമ്മളെ വിഷയം കുടുംബ ബന്ധങ്ങളാണ്. മുജാഹിദ് ഫാമിലി മീറ്റാണ്. അത് പവിത്രമാക്കുന്നു. ഞാൻ ഫറൂഖിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ പെണ്ണുങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം ആണുങ്ങൾക്കും ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഒരു പെണ്ണുണ്ട്. ഭയങ്കര ഞങ്ങൾ വീട്ടിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടു എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും പറയണ്ടേ, ഞങ്ങളോടല്ല, ഞങ്ങൾ പുതിയാപ്പിള്ളാർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത്രക്ക് നമ്മളൊക്കെ മോശമാണെന്നുള്ളത് ഏകദേശം അവിടുന്ന് കിട്ടുകയാണ്. ഇതൊരു വിഷയമാണ്. അപ്പൊ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയില്ലാതെ അപ്പുറത്തും ഉണ്ട് കുറെ കാര്യങ്ങൾ. ഇങ്ങനൊക്കെ ആണെങ്കിലും അത് വളരെ വലുതാണ് എന്ന ബോധ്യം അന്നിട്ട് വരികയാണ്. മവദ്ദത്തും എന്നിട്ട് അള്ള പറയും ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കിട്ടും. നമ്മളിതൊക്കെ കൂടി മൊത്തത്തിൽ അങ്ങോട്ട് ഉടക്കാനാണ് നമുക്ക് സമയം. ചായ എടുക്കാനാണ് ഞാൻ എന്റെ കാലം അറിയാതെ അറ്റേ കാലങ്ങൾ നീച്ചുന്നല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഏകദേശം സമയമായിട്ടുണ്ടെന്നുള്ള കാരണം ഇതുകൂടിയാണ്. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ അൻസാരി കുറച്ചൊക്കെ പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ബന്ധം, ആ പവിത്രമായ കുടുംബങ്ങളെ നമ്മുടെ ഒരു
പോരായ്മ കൊണ്ട് ഒരിക്കലും അത് തകർക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളായി മാറാൻ പാടില്ല. അങ്ങനെ ആകുമ്പോ ഇവരൊക്കെ നമുക്കെതിരെ പറയും. പ്രത്യേകിച്ച് ഇതിൽ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ, മൂത്ത ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടാവും ഇതില്. ഓരോ സ്റ്റേജ് വളരെ വലിയ സ്റ്റേജാട്ടോ. എല്ലാവർക്കും തുല്യമായിട്ടുണ്ടെങ്കിലും മൂത്തക്കാക്കാരെ പവർ വേറെയാണ്. അവര് നല്ല നോക്കണം കുടുംബത്തെ. ഒരിക്കലും മൺസൈഡ് നിൽക്കരുത് നിങ്ങളാരും. മൂത്തക്കാക്കാര് വാപ്പ മരിച്ചിട്ടുണ്ടാവും പല കുടുംബത്തിലും. പിന്നെ കാരണവന്മാർ അവരൊരിക്കലും അവരവരുടെ കുടുംബത്തെ പൊന്നുപോലെ കൊണ്ടടക്കണം. അവർ മരിക്കോളും അവരുത്തരവാദിത്തമുള്ളത്. ഇതിന് പോറലേൽക്കാതെ കൊണ്ടടക്കണം. കുടുംബ സംഗമങ്ങൾ നടക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ എങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ കണ്ട വലിയൊരു 2 മാസം കൂടുമ്പോൾ ഒരു കുടുംബ സംഗമം നടത്തും. ഓരോ വീട്ടിൽ ഒന്ന് ഇവിടെയാണെങ്കിൽ മറ്റേ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ വല്ലാത്തൊരു സൗഹൃദം. എന്തൊരു രസമാണ്, എന്തൊരു സന്തോഷമായി കാണുമ്പോൾ എന്നറിയാം. കുട്ടികൾ കൂടുന്നു, മെഹന്തി കോമ്പറ്റീഷൻ നടത്തുന്നു, പാട്ട് പാടുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വലിയ സുഫറൊക്കെ വിരിച്ച് കാർപ്പറ്റൊക്കെ വിരിച്ച് ആരും വെവ്വേറില്ല. ഇന്നിപ്പോ ഒരാൾ ഒരു പ്ലേറ്റും ഒരു മൊബൈലും ഒരു മൂലക്കെ അല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാട്ടിന് വേറൊരു കുട്ടി പാടിയത്തിന്, ഇനിയൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ ഫോണാവണം. എന്റെ മോളെ അങ്ങനെ പാടുന്ന വെച്ചാൽ എന്റെ അമ്മ ഇതിനെ തലോടുന്നതിന്റെ ഒരു 10% ഇന്നൊന്ന് തലോടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഉമ്മ മോളെ ഉപദേശിക്കണേന്ന് ഇത് നോക്കിയിട്ട് ഇതിങ്ങനെ നീക്കിയിട്ടാണെങ്കിൽ ഉമ്മ എന്നല്ല കേട്ടോ, ഉമ്മയും ഉപ്പയൊക്കെ ഞാൻ നമ്മളെ പറ്റി പറയാലോ ആണെങ്കിൽ പിന്നെ ഇപ്പൊ ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ നമ്മൾ സമയം കാണുക എന്നുള്ളതാണ് ഞാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം നിങ്ങളെയും ഉണർത്തുന്നത്. അതാണ് ആ ബന്ധങ്ങളെ, അതാണ് മൂത്തജ്യേഷ്ഠന്മാർ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഇതാക്കിയത്. അവർക്ക് വലിയ പവറുണ്ട്, അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അവർ കൃത്യമായി നീതിയോടുകൂടെ നിർവഹിക്കണം. അവരുടെ ബാധ്യതകൾ അവർ നിർവഹിക്കണം. അതേപോലെ തന്നെയാണ് നിങ്ങളെ മൂത്തക്കാക്ക കെട്ടിക്കൊണ്ടുവന്നെത്താത്തവരായിരിക്കും നിങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളെ ഇളയച്ചന്മാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഉമ്മാന്റെ സ്ഥാനം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും പലപ്പോഴും. അവിടെയും വലിയ ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞ തുടങ്ങി വെച്ച ആ മബദ്ധത്തിന്റെയും റഹ്മത്തിന്റെയും ബന്ധമുണ്ടല്ലോ. ഞാൻ എൻ്റെ അമ്മായിക്കാക്ക മരണപ്പെട്ടു. ഒരു 7-8 കൊല്ലം അമ്മായിക്കാക്ക സോലില്ലാണ്ട് കിടന്നു. ഞാൻ എൻ്റെ അമ്മായിനെ കാണാൻ ചെല്ലുമ്പോൾ അമ്മായി പറയുന്നത്, മജീദേ കാക്കാനെ നല്ലപോലെ നോക്കാൻ ആരോഗ്യ ആഫിയത്ത് ഉണ്ടാവാൻ ദ്വാരക്കണട്ടാണ്. വേറൊന്നും അമ്മായിക്ക് പറയാണ്ടായിരുന്നില്ല. ആ അമ്മായിക്കാക്ക മരണപ്പെട്ട് മറവ് ചെയ്തിട്ട് ഞാൻ നേരെ വന്നത് അമ്മായിന്റെ അടുക്കലേക്ക്. അമ്മായി നിസ്കാര കുപ്പായ കെട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മായിയോട് പറഞ്ഞു, അമ്മായിയെ നല്ലപോലെ 5-8 കൊല്ലം നോക്കി കിടപ്പിലായിരുന്നു, നോക്കി വളർത്തി പുതുമണവാളനെ പോലെ യാത്രയാക്കി, ഇവിടെ മറവൊക്കെ ചെയ്ത് പോകുന്നില്ലടാന്ന് വെച്ചു. ഇല്ലാത്ത ഒരു ബന്ധമാണത്. ഈ തുണിവെളുപ്പിലും പ്രായത്തിലൊന്നും കേട്ടോ ബന്ധങ്ങൾ വെക്കുന്നത്. അള്ളാന്റെ റസൂൽ കല്യാണം കഴിക്കുമ്പോൾ 25കാരനായിരുന്നെങ്കിലേ അന്ന് റസൂലായിട്ടില്ലെങ്കിൽ പോലും അല്ലാമീൻ ഭാര്യയുടെ പ്രായം 40 ചരിത്രങ്ങളിൽ കാണാം നമുക്ക്. ഖദീജ അല്ലേ, എല്ലാ പ്രശ്നത്തിലും ഓടി വന്നത് ഖദീജാന്റെ അടുക്കിലേക്കാണ്. നമ്മൾ ജമ്മിലൂനി പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഉള്ള പറഞ്ഞതൊന്നും കുറെ സമയമുണ്ട്. ഇത്ര പോണാ? ഓക്കെ. ആ പാട്ട് അല്ലേ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിന് വല്ലാത്തൊരു പ്രയാസം. അല്ലാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയം നേരെ സമാധാനത്തിന് വേണ്ടി പോയത് ചങ്ക് ബ്രോ ആയ അബൂബക്കറിന്റെ അടുക്കലേക്കാണോ? അല്ല. ചായ മക്കാനിക്കാണോ? പുഴവക്കത്തേക്കാണോ? കലങ്കിൽക്കാണോ? ഓടിപ്പോയിട്ട് ഖദീജ എന്നൊന്ന് പുതപ്പിട്ട് മൂടിത്തരൂ. സഹോദരിമാരെ, എന്തേ മനുഷ്യ നിങ്ങൾക്ക് ഉണ്ടായത്, എന്തേ പറ്റി പറയുമെന്ന് പറയണ ഒരു ഭാര്യനെ അവിടെ കണ്ടില്ല. വേഗം ഒരു പുതപ്പിട്ട് കൊണ്ടുവന്ന് പുതച്ച് മൂടിക്കൊടുത്ത് നെഞ്ചോട് ചേർത്ത് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് ഒന്ന് സമാധാനമായിട്ടാ ചോദിച്ചത്, എന്തുണ്ടായി? വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ വേണം. ഏത് നേരം ആ ഗുഹന്റെ ഉള്ളിലാ. എൻ്റെ അടുത്ത് മക്കളടുത്ത് ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നേരമില്ല. ഇപ്പൊ കിട്ടിയില്ലേ
ഇല്ലേ? സമാധാനായില്ലേ? എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ സമാധാനായില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ പറയാണ്, മുത്തുനബിയോട് ഖദീജ പറയാണ്, ലാ യുഖ്സിക അല്ലാഹു അബദാ, അങ്ങനെ ഒരിക്കലും അല്ലാഹു വിഷമിപ്പിക്കൂല. ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ, ഇങ്ങനത്തെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള പ്ലസ് പോയിന്റുകളൊക്കെ നമ്മളാണെങ്കിലോ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, ഓനാണെങ്കിൽ ഓളാണെങ്കിൽ ഓനെ മാത്രം ഓനെ കുടുംബത്തിന് വരെ പറയും. ഒരാൾ വന്നിട്ട് ഒരു ഗുരുവിനോട്, ഗുരു എനിക്ക് എന്റെ തെറ്റുകൾ ബോധ്യപ്പെടണം, എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കഥയാണ്, തമാശ കഥയാണ്. ഗുരു പറഞ്ഞത്രേ, അന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ കൂടുതലൊന്നും അന്വേഷിക്കണ്ട, അന്റെ ഭാര്യനോട് ഒരു തെറ്റിച്ച് പറഞ്ഞാൽ മതി, അന്റെ തെറ്റും അന്റെ വാപ്പാന്റെ തെറ്റും അന്റെ കുടുംബക്കാരെ മുഴുവൻ തെറ്റും പറഞ്ഞിരുന്നാണ്. ഒരു തമാശ കഥയായിട്ട് പറയാറാണ്. നമ്മളെ തെറ്റുകൾ കുറേ അവരെടുത്തുണ്ടാവും, പക്ഷെ എന്റെ തെറ്റ് അവരെടുത്തും അവരെ തെറ്റ് നമ്മളെടുത്തും. പക്ഷെ നമ്മളിത് പറയാനും പ്രകടിപ്പിക്കാനും ഒരുങ്ങിയാലോ ഇതെവിടെ എത്തൂല. അള്ളാന്റെ റസൂലിന്റെ അത്രയും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പ്ലസ് പോയിന്റുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് തലോടിയിട്ട് പറയത്തത് അന്ന് ഒരിക്കലും അമ്മയെ വിഷമിപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നന്മകളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കട്ടോ. വറക്കത്ത് നൗഫലിന്റെ ഒരിക്കലേക്ക് ഏത് ഗുഹന്റെ ഉള്ളിൽ പോയി ഇരുന്നിട്ട് പേടിച്ച പുതിയാപ്പള്ളിയും കൊണ്ട് പോവാണ്. പ്രായമായിട്ട് ആ ഭാര്യ മരിക്കുന്നത് വരെ ഈ ചെറുപ്പക്കാരനായ ഈ മുഹമ്മദ് ഒരു ഭാര്യനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഒരു പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മരിച്ചിട്ട് പോലും അവരുടെ കുടുംബക്കാർക്കും കൂട്ടുകാരികൾക്കും പെരയിൽ സദ്യ ഉണ്ടാക്കുമ്പോ ആടിനെ കറക്കുമ്പോ ഇന്ന് എന്റെ ഖദീജാന്റെ കൂട്ടുകാരികളെ മറക്കല്ലട്ടോ, ഖദീജാന്റെ കുടുംബക്കാരെ മറക്കല്ലട്ടോ, മരണപ്പെട്ടിട്ട് പോലും. ഏതാണ് ബന്ധം അറിയുന്നക്ക്? അതാണ് കുടുംബബന്ധം, അതാണ് ദാമ്പത്യബന്ധം. അത് തൊഴിപ്പുറത്തുള്ള ബന്ധത്തിനേക്കാൾ അപ്പുറമല്ലാത്തൊരു ബന്ധമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വിഷയത്തിൽ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമ്മളിൽ നിന്നുള്ള ഇപ്പൊ ഈ കുടുംബബന്ധം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ കുറെ ആളുകളുണ്ടാവും, അവരിപ്പോ എല്ലാവരും മുജാഹിദുകളായിക്കൊള്ളുന്നില്ല, അതിന് സമസ്തക്കാരുണ്ടാവും ഇല്ലേ? നമ്മുടെ കുടുംബത്തിൽ സമസ്തക്കാരില്ലേ? അവരുടെ കർമ്മങ്ങളും ആചാരങ്ങളും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പറ്റുന്നതിൽ മാത്രം പങ്കെടുക്കുക, നമുക്ക് പറ്റാത്തതിൽ പങ്കെടുക്കാതിരിക്കുക. പക്ഷേ അവിടെയൊക്കെ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ല, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നവരെ ആരാധ്യ വസ്തുക്കളെ പോലും ചീത്ത പറയാൻ പാടില്ല. എന്താ? അവർ തിരിച്ച് അല്ലാഹുവിനെ ചീത്ത പറയും. നമുക്ക് അവരെ കാര്യമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിനപ്പുറത്തേക്ക് നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാവണം കൃത്യമായിട്ട് അവരോടുള്ള പെരുമാറ്റവും. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാം, നബിയെ താങ്കളെങ്ങാനും കാടത്ത ഹൃദയത്തിന് ഉടമയായിരുന്നെങ്കിൽ അവരെന്നും അങ്ങയെ വിട്ടു പോയിട്ടുണ്ടാകുമായിരുന്നു. ഇതിനെക്കാട്ടി വലിയൊരു സമ്മേളനം വിളിച്ച തൗഹീദി സമ്മേളനം, റസൂൽ ആദ്യം വിളിച്ച തൗഹീദിന്റെ സമ്മേളനം സഫാക്കുന്നിന്റെ താഴെ അള്ളാന്റെ റസൂലിനോട് ആദ്യമായി ആക്രോശിച്ചത് ആരാ? ഏതെങ്കിലും പുറത്തുനിന്നുള്ള ആളാ? പിന്നെ ആരാ? മൂത്താപ്പയോ വാപ്പയോ? അല്ലേ? മൂത്താപ്പയാണ്, അമ്മാണ്. അബൂലഹബ് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅതന, ഇതിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. വസബ്ബബത ആലിഹതന വഫറഖത ജമാഅന, മഹല്ലിന് കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, കുടുംബത്തിൽ ഒരു പുത്തൻവാദി വന്നിക്കണു പോടാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു റസൂലുള്ളാഹിനെ. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചിരുന്ന അബൂലഹബിന്റെ 2 ആൺകുട്ടികളായിരുന്നു, 2 പെൺകുട്ടികളും പെരെ കൊണ്ടുവന്നാക്കി. എന്തൊക്കെ സഹിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി അറിയോ നമുക്ക്? അത്രക്കും നമ്മൾ തൗഹീദിന്റെ പേരിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? സമാധാനം തേടിപ്പോയി അല്ലാഹുവിന്റെ റസൂൽ തായിഫില്. എന്തായി? എവിടുക്ക പോണത്? കുടുംബക്കാരുടെ അടുത്തേക്ക്. അവിടെ ആരാണുള്ളത്? അമ്മമാര്. ഞാനിപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സഹോദരങ്ങളുമായിട്ട് ഉംറക്ക് പോയപ്പോ ഞാൻ ആ സ്ഥലവും ആ പറമ്പും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. തായിഫിൽ പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അമ്മമാരുടെ അടുക്കലേക്ക് പോ, കുടുംബക്കാരുടെ അടുക്കലേക്ക് കുട്ടികളെ വിളിച്ച് കല്ലെറിയിപ്പിച്ചു. നമ്മളൊക്കെ ആണെങ്കിലോ അത്രക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചൊരു സമാധാനം തേടി വന്നിട്ടും അള്ളാഹ് ഇടപെടുകയാണ്. ജിബ്രീലിനെ അയച്ചിട്ട് ഇത്രയും
ദ്രോഹിച്ചില്ല, ഇനി എന്തിനാണ് നബിയെ കാത്തുക്കൾ, ഞാൻ ഈ മലബലം എത്തിക്കണം മരിച്ചിട്ടെ. ആരോട്? അള്ളാഹുവിന്റെ റസൂലിനോട്. എന്താ റസൂൽ പറഞ്ഞത്? ചിലപ്പോൾ ഒരു നന്നാവില്ല ജിബ്രീലേ, എന്നാലും ചെയ്യണ്ട കേട്ടോ. ഓല് നന്നായില്ലെങ്കിലും ഓലെ തലമുറയിൽ ആരെങ്കിലും നന്നായെങ്കിലോ. ഇന്ന് തായിഫിന്റെ മണ്ണിൽ തൗഹീദല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല എങ്കിൽ ആ മുത്തുനബി കണ്ട സ്വപ്നം, ആ മുത്തുനബിയുടെ ദീർഘമായ വീക്ഷണം ഓല നശിപ്പിച്ച പിന്നെ ഓൾക്ക് തലമുറ ഉണ്ടാവില്ലല്ലോ. ഓല അതോടെ നശിക്കില്ലേ? ഓൾക്ക് പെണ്ണുങ്ങളും കുട്ടികളും പിന്നെ മക്കളുണ്ടാവില്ലല്ലോ. അങ്ങനെ മുച്ചുവിട്ട് നശിപ്പിക്കണ്ടടാ, അല്ല നശിപ്പിക്കണ്ട ജിബ്രീലേ, വേണ്ട. റസൂലുള്ളാഹിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ഈ കുടുംബത്തിന്റെ കാര്യം. ഞാൻ ഒരു സുഹൃത്തിന്റെ ഒരു കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു. അപ്പൊ ഇവൻ സലഫി ആദർശം സ്വീകരിച്ച ആളാണ്. ഞാൻ ക്ലാസ്സിലെടുക്കാം. ഇവൻ സലഫി ആയ ആളാണ്. പെണ്ണാണെങ്കിലും പെണ്ണിന്റെ പെരക്കാർ ഭയങ്കര ഖുറാഫാത്താണ്. മൊയ്ലിയന്മാരെ കൊട്ടയാണ്, ഖുറാഫാത്തൊക്കെ ഉണ്ട്. 3-4 കുട്ടികളുണ്ട്. ഇപ്പോ ഒരിക്കലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, സഹോദരിമാരെ ശ്രദ്ധിക്കണം. അതുപോലെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളിൽ മേമ്പൊടി ചേർത്ത് കൊടുക്കണം ആരാന്നറിയോ? ഇവന്റെ പെങ്ങന്മാരൊക്കെ ഇവന്റെ സൈഡില്. ഓൾക്കെതിരെ നാത്തുംപോയും ഒക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ അതിനു മുമ്പിൽ ഈ ബന്ധന്ന പെങ്ങന്മാരാണെങ്കിലോ സെൽഫികളൊന്നുമല്ല. പക്ഷെ എന്നിട്ട് ഓല് വലിയ വർത്താനം പറഞ്ഞെന്താണ്? ഓല് പറഞ്ഞ വർത്താനം ഇപ്പം മുജാഹിദ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് പറയാൻ നല്ലൊരു ചാൻസ് ആണല്ലോ. പല ടൈപ്പ് ടീം ഉണ്ടാവും. അപ്പൊ ഈ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു പണ്ഡിതനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഞാനുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു താത്താരോട്, താത്താരെ നിങ്ങൾ ആ ചീട്ട് ഇവിടെ ഇറക്കി കളിക്കണ്ട. ഇവിടുത്തെ വലിയ സുന്നി സ്ഥാപനത്തിന്റെ വലിയ ഉന്നതനായ പ്രിൻസിപ്പളാണ് ഈ വന്നിട്ടുള്ളത്. അന്ന് ഞാൻ ഇസ്ലാഹിയയുടെ പ്രിൻസിപ്പളാണ്. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയൊരു സ്ഥാപനമാണ് ഇസ്ലാഹിയ, അതിന്റെ പ്രിൻസിപ്പളാണ് ഞാൻ. ഞങ്ങൾക്ക് ഈ കുടുംബത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കാമെങ്കിൽ നിങ്ങൾ ആ സുന്നി മുജാഹിദ് ചീട്ട് ഇറക്കിയിട്ട് ഇവിടെ ഇപ്പൊ കളിക്കണ്ട എന്ന് ഞാൻ പെങ്ങന്മാരോട് കുറച്ച് താക്കീതോടുകൂടി പറയേണ്ടി വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കുന്നിടത്തും നമ്മൾ ഇതുപോലത്തെ ചില കാര്യങ്ങൾ, നമ്മൾ ഈ ഇരുത്തം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് നന്മകൾ ഉണ്ടാവാനാണല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി ഇങ്ങനത്തെ തീരുമാനം. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. അവിടെയൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒരു കുടുംബത്തിന്റെ വിഷയത്തിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ കുറേ സമയമെടുക്കും. അതിനൊക്കെ സമാധാനം വേണ്ടി വരും. ആ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ കുടുംബം സ്വർഗമാവണോ നരകമാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നാം വിചാരിച്ചാൽ നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിലേറ്റവും വലുതാണ് നമ്മുടെ സഹോദരിമാരെ നിങ്ങളുടെ സ്ഥാനം. അതുപോലെ തന്നെയാണ് എല്ലാവരും തുല്യരായി ഒരുപോലെ ആ വിഷയത്തിൽ തീരുമാനം എടുക്കണം. മക്കളുടെ കാര്യത്തിലും അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്. ആയതുകൊണ്ട് പവിത്രമാണ് കുടുംബം എന്ന് പറഞ്ഞത് കേരള നേതൃത്വ മുജാഹിദീനല്ല, മറിച്ച് അത് ആരാ പറഞ്ഞത്? അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്. ആ പരിശുദ്ധമായ ബന്ധത്തെ മുറിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് KNM KJU അല്ല, അത് അള്ളാന്റെ റസൂലാണ്. അത് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് കേരള നേതൃത്വ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ ഉലമയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തആല ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കാൻ, ആദർശത്തിൽ ഊന്നിയ കുടുംബജീവിതം നയിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സഹോദരിമാരെ ഉപദേശങ്ങളുടെ കാലം അവസാനിച്ചിട്ടുണ്ട്. ഉപദേശങ്ങളുടെ കാലം ഉപദേശമാത്രമായി ചുരുങ്ങിയാൽ നടന്നോളുന്നില്ല. കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. വീട്ടിൽ ജമാഅത്ത് നടത്തുമ്പോൾ സഹോദരിമാരെ നിങ്ങളെ പെൺമക്കളും ഒരു ജമാഅത്തായിട്ട് വീട്ടിൽ നിസ്കാരം സംഘടിപ്പിക്കുക. പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാരെ നമ്മുടെ മക്കളെ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ക്ലാസ്സിന് വരുന്നവര് അവരവരുടെ പെൺകുട്ടികളെ കൂട്ടി വരട്ടെ, സഹോദരന്മാർ ആൺകുട്ടികളെ കൂട്ടി വരട്ടെ. അവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ താക്കോൽ അവന്റെ കയ്യിൽ കൊടുക്കുക, ബൈക്ക് അവന്റെ കയ്യിൽ കൊടുക്കുക, ബാക്കിൽ നിങ്ങൾ ഇരിക്കുക, കാർ അവന്റെ കയ്യിൽ കൊടുക്കുക, അപ്പുറത്ത് നിങ്ങൾ കയറിയിരിക്കുക. നിങ്ങൾ വെറും ഉപദേശികൾ മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ കിട്ടൂല. ചേർത്ത് പിടിക്കലുകളാണ് കുടുംബത്തിൽ.
മക്കൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ എവിടെയാണോ സ്നേഹം അവിടെ തേടിയിട്ട് അവർ പോകുന്നത്. അവർ പിന്നെ വേലി ചാടി അല്ലെങ്കിൽ അങ്ങോട്ട് ചാടി മറ്റുള്ളവരുടെ പോയിന്നുകൊണ്ട് നമ്മൾ കയർക്കുന്നതിനപ്പുറത്തേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സമയം കാണണം. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കണം. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവരായാലേ നമ്മുടെ മക്കൾ തഹജ്ജുദ് നമസ്കരിക്കൂ. നമ്മൾ സുബഹിക്ക് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ നമ്മുടെ മക്കൾ നമസ്കരിക്കുന്നവരാണെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. ജമാഅത്തിന്റെ കാര്യത്തിലും നമസ്കാരത്തിന്റെ കാര്യത്തിലും ഒക്കെ മുത്തഖിയായാൽ മാത്രം പോരാ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധ്യവും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ എന്നെ ഉപദേശിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളാകുന്ന നിങ്ങൾക്കും ഒന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഏറ്റവും നല്ല കൺകുളിർമ നൽകുന്ന കുടുംബമായി നമ്മുടെ കുടുംബത്തെ അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.